Happy birthday to you. Okay. ഒട്ടാകാൻ പോയി ഇനി പേരന്റെ പരിപാടി ഞാനിപ്പോ വരും. അപ്പൂനെ ഉണ്ടല്ലോ ഒന്നും ചെയ്യാതെ വിടാൻ പോയതാണ്. അപ്പു തിരിച്ചറിഞ്ഞത്. ചീഞ്ഞ മണത്തോടുകൂടി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ച്. അപ്പനൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച് വന്നാണല്ലേ? ഇവരൊന്നും ഞങ്ങളുടെ അപ്പുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പു എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പൊ അപ്പുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന രാത്രിയാണ്. നമ്മൾ യൂട്യൂബിന്റെ ക്രിയേറ്റീവ് കളക്റ്റീവിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്നാണ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞത്. എല്ലാത്തിനും കേക്ക് കട്ടി കേട്ടോ. കേക്ക് കട്ടി എന്ന് വെച്ചാൽ അലമ്പി കേക്ക് കട്ടിങ്. ഭയങ്കരമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് പണിയൊക്കെ കൊടുത്ത്. അപ്പൊ അപ്പുവിന് എന്ത് പണിയാ കൊടുക്കാമെന്ന് എനിക്ക് പറഞ്ഞൂടാ. എമ്മിക്കുട്ടി വരുന്നുണ്ട്. എമ്മിക്കുട്ടി വരുന്നുണ്ടോ? എമ്മിക്കുട്ടി വരുന്നുണ്ട്. എമ്മിക്കുട്ടി എമ്മിക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. എമ്മിക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സാറ് വരുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഇവര് ചെറുതുങ്ങളെയും കൊണ്ട് ഞങ്ങള് പോണം. അപ്പൊ നമുക്ക് പോയി കേക്ക് എടുക്കുമ്പോ ചടിച്ച് പൊളിച്ച് അപ്പുനെ പപ്പ മാത്രല്ല പപ്പ കേക്ക് കഴിക്കണം. കൊച്ചിന് കേക്ക് കൊടുക്കോ? ഇവിടെ ഇതുങ്ങളെല്ലാരും കൂടി ഇവിടെ കൂടിയിട്ടാ ബർത്ത്ഡേ ആഘോഷിക്കണത്. ഹാപ്പി ബർത്ത്ഡേ ആണോ? രണ്ടുപേരുടെയും ആഘോഷിക്കണേ. ഷൂട്ട് ചെയ്ത് അപ്പൂനെ പഞ്ഞിക്കിടുന്ന വീഡിയോ എടുക്കാം. ഇതാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ കുപ്പി. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കുപ്പി പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. താറാവിനെ മേടിച്ചപ്പോ താറാവിനെ മേടിക്കുന്ന സ്ഥലം പറഞ്ഞു തന്നില്ലേ? കുഞ്ഞാലാടാൻ തുടങ്ങിയാ? പരിചയപ്പെടുത്തി. ഞാൻ കുപ്പീനെ പരിചയപ്പെടുത്തി. ഒരു കിലോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിടോ. ഇത് പ്രവീൺ പരിചയപ്പെടുത്തി. ഹായ് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാനെന്താണ് ഗോഡുണ്ടായിരുന്നോ ചാനല്? അതേതായിരുന്നു? അപ്പൊ ബർത്ത്ഡേനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഒന്ന് പങ്കുവെക്കായിരുന്നിട്ടാ. പണിയാണല്ലേ? ടെൻഷൻ അടിച്ചിരിക്കണ. സാധാരണ ഭയങ്കര പണി കൊടുക്കാറുണ്ട്. ബർത്ത്ഡേ പോയിനാ നൃത്യങ്ങളെ ആക്ഷേപിക്കണല്ലേ? നിങ്ങൾ സെയിം ഡേറ്റ് ആണോ ബർത്ത്ഡേ? ഞങ്ങള് 12 15 കേക്കൊക്കെ ഇവിടെ സെറ്റ്. എന്താണ് കേക്കിന്റെ ഫ്ലേവർ? കേക്കിന്റെ ഫ്ലേവർ എന്താണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു കേക്കിന്റെ ഫ്ലേവർ? ആണോ? എനിക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം തോന്നണല്ലേ? ബട്ടർ സ്കോച്ചിന്റെ ഫാൻസ് ആണോ? ലൈറ്റ് കുറവുണ്ടാവും. ലൈറ്റ് കുറവാണല്ലോ. ഇപ്പൊ കാണാം. തിരിച്ചു നോക്കി. എന്താണ് ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി? എന്റെ കണിയാനോ? അതെന്താണ് കണിയാനെന്ന് വിളിക്കാൻ?
അപ്പുനെ വീട്ടിലുള്ള മീനാക്ഷി. അപ്പുനെ പോകുമ്പോ കാണിച്ചേക്കാം. ആ കണിയാന്റെ മുഖത്തോട് കൂടി അടിച്ചേക്ക്. ആ കൊള്ളാം. വീഡിയോ കേക്ക് കിട്ടുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവര് ഭയങ്കര സ്നേഹത്തോടു കൂടിയും സഹിഷ്ണുതയോടു കൂടിയും കൂടിയാണല്ലോ കേക്ക് മുറിക്കണത്. പേടിച്ചിരിക്കണേ ഏത് നിമിഷം പിടിക്കുവാ. കഴിക്കണോ? ഇഷ്ടപ്പെട്ടാ? വാവക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ഷുഗറാ അതും അതെല്ലാം ആശത്തിനയക്കുന്നില്ല. പൊട്ടല്ല. അപ്പൊ പേടിയുണ്ടാവൂ? പേടിയൊന്നും ഇല്ല. ഒരു ഭയമാണോ? ഓക്കെ മൊട്ടാകാൻ പോയി. ഇനി പേരന്റെ പൂരമായിരിക്കും. ഞാനിപ്പോ വരും. അപ്പൂനെ ഉണ്ടല്ലോ ഒന്നും ചെയ്യാതെ വിടാൻ പോയതാണ്. അപ്പൊ തിരിച്ചറിഞ്ഞത്. എന്താ തലയില്ലടി ഊഞ്ഞാറാടാ. ഇത് ഇവിടെ നീണ്ടകര പാർക്കാണേ. അപ്പൊ ഞങ്ങള് അവരിവിടെ മുട്ടേറിയട്ടെ, ഞങ്ങളിവിടെ വന്ന് ആടിക്കളിക്കാം. നല്ല സുഖം. എവിടെ ഗോപി? രക്ഷപ്പെട്ടെന്ന് ചോദിക്കണ്ട. സുഖമില്ലാത്ത കുട്ടിയെ പറഞ്ഞ മാത്രം രക്ഷപ്പെട്ടില്ല. ഒരാളുടെ കഴിഞ്ഞിട്ടേ അടുത്താളുടെ കഴിഞ്ഞിട്ടില്ല. രാമ ഒന്നുകൂടെ ഉണ്ട് ബാക്കി. അപ്പുന് ടീം കളി. ഗോഡ് റെഡി. ബാബാ അപ്പൊ ചീഞ്ഞ മണത്തോടുകൂടി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ച്. അപ്പനൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച് വന്നാണല്ലേ? ഇവരൊന്നും അങ്ങനെ ഇവര് അവസാനിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ഇന്നൊന്നും വേണമെന്ന് വിചാരിച്ചപ്പോ ഇവന്മാര് ചോദിച്ച് മേടിച്ചല്ല. എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പഴാണ് ശരിക്കും ഹാപ്പി ആയത്. ഇപ്പോഴാണ് ഹാപ്പി ആയത്. നല്ല ചീഞ്ഞ മുട്ടയുടെ മണം.